അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. അപ്പോൾ 19ഉം 20ഉം ആയത്തുകളാണ് ഈ ഭാഗത്തുള്ളത്. ഒന്നാം ഭാഗം പഠിച്ചതിന് ശേഷം രണ്ടാം ഭാഗം നിങ്ങൾ കേട്ട് പഠിക്കുക. ഒരു ദിവസം തന്നെ അര പേജ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇകി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീതും ബിൽ കാഫിരീൻ. അല്ലെങ്കിൽ അവരെ ഉപമിക്കാവുന്നത് ആകാശത്തു നിന്നും ചെരിയുന്ന ഒരു പേമാരിയോടാകുന്നു. അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട്. ഇടിനാദങ്ങൾ നിമിത്തം മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു. എന്നാൽ അള്ളാഹു അവനിൽ വിശ്വസിച്ചവരെ വലയം ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ പൂർണ്ണർത്ഥം. നമുക്ക് വീട് നോക്കാം. ഔ അല്ലെങ്കിൽ കൊസയ്യബ് ഒഴുകി വരുന്ന, മിനസ്സമായി ആകാശത്തു നിന്ന്, ഫീ അതിലുണ്ട്, ളുലുമാത്ത് അന്ധകാരങ്ങൾ, വറഅദ് ഇടിയും, വബർഖ് മിന്നലും, യജ്അലൂന അവർ ആക്കുന്നു, അസ്വാബി അഹും അവരുടെ വിരലുകളെ, ഫീ ആദാനിഹിം അവരുടെ കാതുകളിൽ, മിനസ്സവായിക് ഇടിമിന്നൽ, ഹദറ ഭയപ്പെട്ട്, മൗത്ത് മരണത്തെ, വല്ലാഹു അള്ളാഹു ആകട്ടെ, മുഹീത്ത് വലയം ചെയ്തവനാണ്, ബിൽ കാഫിരീൻ അവിശ്വാസികളെ. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. അപ്പം നമുക്കിതിനെ ഞാൻ നേരത്തെ ഒന്നാം ഭാഗത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോർത്തിണക്കി പഠിക്കാനാണ് സൗകര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കുക. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. കാരണം മറ്റേത് പഠിക്കുമ്പോൾ കൂടുതൽ ടൈം എടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് അത് കയറും. അപ്പം നിങ്ങളെ സൗകര്യം പോലെ ചെയ്യും. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് രീതിയിൽ ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ 3 ഭാഗങ്ങളായിട്ട് മാറ്റാം. വബർഖ് വരെ ഒരു ഭാഗം, ഹദറൽ മൗത്ത് വരെ ഒരു ഭാഗം, വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ മൂന്നാമത്തെ ഭാഗം. അപ്പം നമുക്ക് തുടങ്ങാം. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്. അപ്പം നമ്മൾ വിരൽ വെച്ച് തന്നെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കി ഓതണം. അപ്പോൾ ഇത് ബർക്ക് വരെ പഠിച്ചവർ അടുത്ത ആയത്തിലേക്ക് പോവാം. പഠിക്കാത്തവർ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പതിയുന്നവരെ പഠിക്കുക. യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവായികി ഹദറൽ മൗത്ത് യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവായികി ഹദറൽ മൗത്ത് يجعلون أصابعهم في آذانهم من الصوائق حذر الموت يجعلون أصابعهم في آذانهم من الصوائق حذر الموت. അപ്പോൾ രണ്ടാമത്തെ പോർഷൻ ബൈഹാർട്ടാക്കിയവർ അടുത്ത പോർഷനിലേക്ക് പോവാം. ബൈഹാർട്ടാക്കാത്തവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. വല്ലാഹു മുഹീത്തും
بالكافرين يكاد والله محيط بالكافرين يكاد. ഇവിടെ മുഹീത്തുൻ എന്നല്ല കേട്ടോ, ഇവിടെ മുഹീത്തും എന്ന് പറയണം. മീം ഇവിടെ മീം കാണണ്ട, ത്വാൻ്റെ തമ്മിന് ശേഷം മീം കാണുന്നുണ്ട്. അവിടെ മുഹീത്തും, അതായത് മുമ്പിൽ ബാ വന്നത് കൊണ്ടാണ് അങ്ങനെ ഓതേണ്ടത്. അങ്ങനെ തന്നെ ഓതണം. മുഹീത്തുൻ എന്നല്ല, മുഹീത്തും. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ യകാദു. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ യകാദു. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ യകാദു. അപ്പോൾ നമുക്കിതിനെ കൂട്ടി യോജിപ്പിക്കാം. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇഖി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ യകാദു. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ് യജ്അലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇഖി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ യകാദു. ഇവിടെ ഞാൻ വർക്കിൻ്റെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശ്വാസം കിട്ടാത്തത് കൊണ്ടാണ്. അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ വബർഖുൻ യജ്അലൂന അസാബിഅഹും അങ്ങനെ ഓതണം കേട്ടോ. വബർഖുൻ യജ്അലൂന, വബർഖുൻ യജ്അലൂന, അങ്ങനെ ഓതിയിട്ട് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഈ ആയത്ത് ഹൃദയസ്ഥമാക്കിയവർ അടുത്ത ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 20 പ്രാവശ്യം മസ്റ്റായിട്ട് 10 പ്രാവശ്യം നോക്കിയിട്ടും 10 പ്രാവശ്യം നോക്കാതെയും ഓതിയിട്ട് ബൈഹാർട്ടാക്കണം. ഒന്നും കൂടി തറുവാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. ഇത് 20ാമത്തെ ആയത്താണ്. ഇത് ഏകദേശം നല്ല കുറച്ച് വലിപ്പമുള്ള, ഇതുവരെ പഠിച്ചതിനെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള ആയത്താണ്. അപ്പോൾ ഇതിനെ നമുക്ക് 4 ഭാഗങ്ങളാക്കി മാറ്റി പഠിക്കാം. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അല്ലമ അലൈഹിം ഖാമു വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഹിഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കാറുമാകുന്നു. അത് മിന്നൽ അവർക്ക് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും. ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. നമുക്കിതിൻ്റെ വേർഡ് ബൈ അർത്ഥം നോക്കാം. യക്കാദു ആകാറാകുന്നു, അൽ ബർഖ് മിന്നൽ, യഖ്തഫു റാഞ്ചിയെടുക്കുക, അബ്സ്വാറഹും അവരുടെ കാഴ്ചകളെ, കുല്ലമ അല്ലാഹ അത് വെളിച്ചം നൽകുമ്പോഴെല്ലാം, ലഹും അവർക്ക്, മഷൗ അവർ നടക്കും, ഫീഹി അതിൽ, വഇദ അദ്ലമു അത് ഇരുട്ടാക്കിയാൽ, അലൈഹിം അവർക്ക്, കാമു അവർ നിൽക്കും, വലൗ ഷാ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അല്ലാഹു ലദഹബ പോകുക തന്നെ ചെയ്യുമായിരുന്നു, ബിസംഇഹിം അവരുടെ കേൾവിയെ കൊണ്ട്, വ അബ്സ്വാരിഹിം അവരുടെ കാഴ്ചകളെയും, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും വസ്തുവിനും, ഖദീർ കഴിവുള്ളവനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പോർഷനായിട്ട് പഠിക്കാം. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും, യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. ഇത് നിങ്ങൾ മനസ്സിൽ പതിയുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. പതിഞ്ഞവർ അടുത്ത പോർഷനിലേക്ക് പോവാം. കുല്ലമാ അളാഅ ലഹും
مشوا فيه وإذا أظلم عليهم قاموا كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا. ഇത് മനസ്സിൽ പതിയുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. വലൗ ശാഅ അല്ലാഹു ലസഹബ ബിസംഹിഹിം വഅബ്സാരിഹിം ولو شاء الله لذهب بسمعهم وأبصارهم ولو شاء الله لذهب بسمعهم وأبصارهم ولو شاء الله لذهب بسمعهم وأبصارهم. ഈ പോർഷനും ബൈഹാർട്ട് ആവുന്നത് വരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുക. ബൈഹാർട്ട് ആയതിനു ശേഷം നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ യാ അയ്യുഹൻ നാസ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ യാ അയ്യുഹൻ നാസ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ യാ അയ്യുഹൻ നാസ്. ഇത് മനസ്സിൽ പതിയുന്നവരെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയല്ല, റിപ്പീറ്റ് അടിച്ച് നിങ്ങൾ ഒതുക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും മനസ്സിൽ പതിയും. ഇനി നമുക്ക് ഇത് കൂട്ടി യോജിപ്പിക്കാം. യഖാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അളമ അലൈഹിം ഖാമു വലൗ ശാഅ അല്ലാഹു ലസഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ യാ അയ്യുഹൻ നാസ് യഖാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അളമ അലൈഹിം ഖാമു വലൗ ശാഅ അല്ലാഹു ലസഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ യാ അയ്യുഹൻ നാസ്. അപ്പം ഇതും നിങ്ങൾ ബൈഹാർട്ടാകുന്നത് വരെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അതിനുശേഷം ബൈഹാർട്ടായതിനു ശേഷം 20 തവണ നോക്കിയും നോക്കാതെയും ഓതിയിട്ട് വീണ്ടും അതൊന്ന് ബൈഹാർട്ട്, അതായത് മനസ്സിൽ ഉറപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് 20 വരെ ആയത്തുകൾ നമ്മളിപ്പോൾ അൽ-ബഖറ ക്ലാസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് 21ാമത്തെ ആയത്ത് മുതൽ ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ, അതായത് ഇന്നലത്തെ ക്ലാസ്, അത് നിസ്കാരത്തിൽ നിങ്ങൾ അത് ഓതുക. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഓതുക. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓതിക്കൊണ്ട് നിന്നാൽ മാത്രമേ നമ്മളെ മനസ്സിലത് നിൽക്കുകയുള്ളൂ. ഇതെല്ലാം ഇപ്പം 15 ആയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, 16 ആയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ 20 ആയത്ത് ക്ലാസ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും 5 വക്ത് നമസ്കാരത്തിൽ 10 തവണ നോക്കിയും 10 തവണ നോക്കാതെയും മസ്റ്റായിട്ട് ഓതിയിട്ട് തന്നെ നിൽക്കണം. എന്നാൽ മാത്രം നിങ്ങളെ മനസ്സിൽ അത് പതിയുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കിതെല്ലാം എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.